ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ചധികം മാസങ്ങൾ മുന്നേ എം ജി മോട്ടോഴ്സ് ഇന്ത്യ, ഇപ്പോൾ JSW എം ജി മോട്ടോഴ്സ് ഇന്ത്യ ആണ്, അവർ ഇന്ത്യയിലേക്ക് ഒരുപാട് പുതിയ ഇലക്ട്രിക് വണ്ടികൾ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 മാസത്തിൽ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു വർഷം 3-4 വണ്ടി വെച്ചൊക്കെ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അത്രയൊക്കെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും അവർ നന്നായിട്ട് തന്നെ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു പുതിയ വണ്ടി ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ പേറ്റൻ്റ് ചെയ്താണ്, പേരും വന്നിട്ടുണ്ട്. ഇത് ശരിക്കും അവർ ഇന്തോനേഷ്യയിലൊക്കെ വിൽക്കുന്ന BINGUO അല്ലെങ്കിൽ ബിങ്കുവോ ഓർ ബിഞ്ചുവോ EV എന്ന് പറയുന്ന മോഡലാണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്നോട് ചോദിക്കരുത്. ഇത് വൂളിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാഹനമാണ്. ആക്ച്വലി നമുക്ക് വൂളിങ്ങിൻ്റെ തന്നെയാണ് എയർ EV ഇവിടെ കിട്ടുന്നത്. അതാണ് MG കൊമറ്റ് എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ അവർ വിൽക്കുന്നത്. വൂളിങ്ങിൻ്റെ തന്നെ ക്ലൗഡ് EV എന്ന് പറഞ്ഞൊരു വണ്ടി ഇന്തോനേഷ്യയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതും അവരിവിടെ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വൂളിങ്ങിൻ്റെ മറ്റൊരു വണ്ടിയാണ് ഇപ്പോൾ പേറ്റൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനികളെല്ലാം SAIC മോട്ടോഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അതായത് സൈക്ക് മോട്ടോർ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വൂളിങ്ങിൻ്റെയും അതുപോലെ മറ്റുള്ള കമ്പനികളിലേക്ക് വണ്ടികൾ ഇവിടെ കിട്ടുന്നത്. എനിവേ, ഇത് അത്യാവശ്യം പറഞ്ഞു വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനമാണ്. കാരണം ഇത് അവർ നെക്സോണിൻ്റെ കോമ്പറ്റീഷൻ പോലെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു റേഞ്ചിൽ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ജസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ നോക്കുന്ന സമയത്ത് ഇതൊരു SUV ലൈക്ക് പ്രൊപ്പോർഷൻസ് ഒന്നും അവർ പിടിക്കാൻ നോക്കിയിട്ടില്ല. ഒരു സാധാരണ ഹാച്ച് ബാക്ക് പോലത്തെ ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബൾക്കി ആയിട്ടുള്ള ഭയങ്കര വലിയ സ്പോർട്ടി ബമ്പറോ അല്ലെങ്കിൽ റഗഡ് ലുക്കുള്ള ബമ്പറോ അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള ബമ്പറാണ്. പിന്നെ ഇത് ഒരു ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് EV പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ്. ഇതിന് EVകൾക്ക് പൊതുവേ നമുക്കൊരു ഗ്രില്ലിൻ്റെയോ അല്ലെങ്കിൽ എയർ ഇൻടേക്കിൻ്റെയോ ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒരു പോർഷൻ ഇതിൻ്റെ അകത്ത് അവർ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ടാറ്റയുടെ വണ്ടികളൊക്കെ കാണുന്നത് അത് അവർ ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കാത്തതുകൊണ്ടും റിയൽ വണ്ടിയുടെ അതേ ഷേപ്പും സൈസും ഒക്കെ തന്നെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടുമാണ് അവർ ആ ഒരു എയർ ഡാമും സംഭവങ്ങളൊക്കെ മൊത്തമായിട്ട് എടുത്ത് കളഞ്ഞ് അത് പ്ലെയിൻ ആക്കാത്തത്. അതിൻ്റെ ഒരു ഡിസൈൻ അവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ വണ്ടി പക്ഷേ മൊത്തത്തിൽ ഗ്രൗണ്ട്സ് ഇപ്പോൾ EV ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് മൊത്തം കവർ ചെയ്ത് കളഞ്ഞത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നും. പക്ഷേ എന്നാലും LED ഹെഡ്ലൈറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മോഡേൺ ടെക് ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് ഇതിൻ്റെ അകത്ത് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ഡോട്ട് ORVMs ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് EVയുടെ മറ്റേ ചാർജിങ് പോയിന്റ് വരുന്ന റൈറ്റ് സൈഡിലായിട്ടാണ്. അത് നമുക്കിപ്പോൾ 5 EVയിലൊക്കെ ടാറ്റ നടുവിൽ ഫ്രണ്ടിലായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ അവരുടെ വണ്ടികൾ നമുക്ക് സൈഡിൽ തന്നെയാണ് ഈ ഒരു EV ചാർജിങ് പോയിന്റ് വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഇത് അത്ര ചെറിയ വണ്ടിയല്ല. ഇപ്പം നെക്സോണിൻ്റെ സൈസ് ഇന്നത്തെ കാലത്ത് ഏകദേശം ഒരു 3993 മില്ലിമീറ്റേഴ്സിനടുത്താണ് വരുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ ലെങ്ത് 3950 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് 43 മില്ലിമീറ്റേഴ്സിനടുത്ത് മാത്രമാണ് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് വരുന്നത്. അതൊരു ഡിഫറൻസ് ആണോ എന്ന് ചോദിച്ചാണ്, പക്ഷെ എന്നാൽ വളരെ വലിയ ഡിഫറൻസ് ആണോ എന്ന് ചോദിച്ചാലല്ല. പിന്നെ വിട്ട് ആണെങ്കിലും 1708 മില്ലിമീറ്റേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. വിട്ട് ഒരിത്തിരി കുറവാണ്. നമുക്ക് മറ്റുള്ള SUVകൾ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിനൊക്കെ ഓൾമോസ്റ്റ് 1.8 മീറ്റേഴ്സിനടുത്ത് വിട്ട് വരുന്നുണ്ട്. ഈ വണ്ടി ആ ഒരു ഏരിയയിൽ കുറവാണെങ്കിലും നമുക്ക് ബാക്കി ഇപ്പോൾ ലെങ്ത്തിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഭയങ്കര ഷോർട്ടായിട്ട് ഫീൽ ആവില്ല. പിന്നെ വിട്ട് കുറവായതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ടിൽ നോക്കുമ്പം ഈ വണ്ടി ഒരു ഇത്തിരി ചെറിയൊരു ഹാച്ച് ബാക്ക് പോലെ തോന്നുക. പിന്നെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും LED ടെയിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂളിങ്ങിൻ്റെ വണ്ടി ആയതുകൊണ്ട് അവരുടെ ബാഡ്ജിങ്ങും പിന്നെ കുറേ ചൈനീസും ഇന്തോനേഷ്യൻ ലെറ്ററിങ് ഒക്കെയാണ് വരുന്നത്. അതൊന്നും നോക്കണ്ട, ജസ്റ്റ് വണ്ടിയുടെ ഡിസൈൻ മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമുക്കങ്ങനെ ഭയങ്കര ഫങ്കി ആയിട്ടുള്ള റിയർ സ്കിഡ് പ്ലേറ്റ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വളരെ പ്ലെയിൻ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു റിയർ പ്രൊഫൈലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ. എക്സ്റ്റീരിയർ ഒരു ഇത്തിരി പ്ലെയിൻ ആണെങ്കിലും ഇൻറ്റീരിയറിലേക്ക് വരുമ്പം അത്ര പ്ലെയിൻ അല്ല. നമുക്ക് കുറച്ച് സിമിലർ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെയാണ് ഇപ്പോൾ ഈ വൂളിങ്ങിൻ്റെ വണ്ടികൾ. ഇപ്പോൾ എയർ EV ആണെങ്കിലും ഈവൻ ക്ലൗഡ് EV ആണെങ്കിൽ പോലും കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന കൊമറ്റ് EV ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് ഇൻറ്റീരിയേഴ്സിന് നല്ല സാമ്യതയുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊരു ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു ചെറിയ കർവേച്ചർ പോലത്തെ സംഭവം അതൊക്കെ നമുക്ക് കൊമറ്റിലുള്ളതാണ്. പിന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഈ ഒരു വാഹനത്തിൽ ഇഷ്ടം പോലെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ നമുക്ക് സ്റ്റിയറിംഗ് വീല് കിട്ടുന്നത് പോലും സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ആൻഡ് അതിൻ്റെ അകത്ത് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. സെയിം നമ്മൾ കൊമറ്റിൽ കണ്ട അതേ വീൽ തന്നെ. പിന്നെ ഈവൻ ഇൻഫോടൈം സിസ്റ്റം, ഇൻസ്ട്രുമെൻ്റൽ സിസ്റ്റം ഈ സാധനം നമ്മൾ കൊമറ്റിൽ കണ്ട അതേ ഡിസ്പ്ലേ തന്നെയാണ്. സംഭവം 10.25 ഇഞ്ചസിൻ്റെ 2 സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരൊറ്റ ലേഔട്ട് പോലെ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈനിലൊക്കെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് കൊമറ്റുമായിട്ട് കുറച്ചൊക്കെ സിമിലാരിറ്റി പറയാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോസിൽ നിന്നും ഒരു ഓട്ടോ AC കൊടുത്തതായിട്ട് കാണുന്നില്ല. മാനുവൽ AC പോലെയാണ് തോന്നുന്നത്. എന്തായാലും അതിന് താഴത്തെ ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല.
ഇനിയിപ്പോൾ ഇൻഫോടൈം സിസ്റ്റം വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്തായാലും ഓട്ടോ എ സി ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ താഴത്ത് അത്യാവശ്യം നല്ലൊരു ക്രോം ഫിനിഷിലൊക്കെ വരുന്ന രീതിയിൽ എ സി വെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും കാണാൻ രസമുണ്ട്. നമുക്ക് 2 വെൻസാണ് അതിൻ്റെ അകത്ത് ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബേജ് കളറിലുള്ള സെൻറ്റർ ഏരിയയും അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ലേഔട്ടിൻ്റെ കാര്യത്തിലും ഡിസൈൻ്റെ കാര്യത്തിലൊന്നും നമ്മളങ്ങനെ കുറ്റം പറയില്ല. അതുപോലെ സീറ്റ്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൊമറ്റിൽ ഇവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് ഉള്ള സീറ്റൊന്നും അല്ലായിരുന്നു. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു കളർ കോൺട്രാസ്റ്റ് ഒക്കെ നല്ല രസമുണ്ട്. അതായത് ഒരു ബ്രൗൺ, അതിൻ്റെ കൂടെ ഒരു ബേജ്, അങ്ങനത്തെ ഒരു തീമാണ് അവർ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഹെഡ്റസ്റ്റിൻ്റെ തന്നെ കളർ കോമ്പിനേഷൻ താഴേക്ക് ഒരു ഇത്തിരി ഇറങ്ങി വരുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ രസമുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് ഇത്രയും നല്ല കളർ കോമ്പിനേഷൻ വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ സാധാരണ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന വണ്ടികളിലുള്ള പോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒബ്വിയസ്ലി ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കൊമറ്റിൽ കണ്ട ആ ഒരു സെയിം റോട്ടറി ഡിസൈനുള്ള ഒരു ഡയൽ പാഡ് പോലത്തെ സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഗിയർ സെലക്ടർ നോവായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് ചെറിയൊരു ലൈറ്റും വരുന്നുണ്ട് ഏത് മോഡലാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു സെൻറ്റർ ഡിസ്പ്ലേ, അതായത് ആ റോട്ടറി നോബ് വെച്ചിരിക്കുന്ന ഒരു പാനലൊക്കെ കൊമറ്റിനേക്കാൾ ഇത്തിരി കൂടെ പ്രീമിയം ആയിട്ട് നമുക്ക് തോന്നും. കൊമറ്റിൽ ഭയങ്കര ബേസിക് ആയിട്ടാണ് അവർ വെച്ചത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 6 വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് പറയാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ഡിസൈൻ, ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ വരുന്ന സംഭവങ്ങളാണ്. ഇതൊരു ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് EV പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 2 ബാറ്ററി കൺഫിഗറേഷൻസിലാണ് ഈ വാഹനം ഗ്ലോബലി വരുന്നത്. ഒന്നൊരു 31.9 kWh ബാറ്ററി പാക്കാണ്. പിന്നെ വരുന്നത് 37.9 kWh ബാറ്ററി പാക്കാണ്. ഇത് നമ്മുടെ ARI ഫിഗേഴ്സ് പോലെയല്ല. ക്ലെയിം ചെയ്യുന്നതൊക്കെ ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ലോവർ സ്പെക് ബാറ്ററി പാക്കിന് അവർ ക്ലെയിം ചെയ്യുന്നത് 333 കിലോമീറ്റേഴ്സ് റേഞ്ചാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹൈ സ്പെക്ക് വരുന്ന ബാറ്ററി പാക്ക് 37.9 kWh വരുന്നതിന് 410 കിലോമീറ്റേഴ്സും റേഞ്ച് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും റേഞ്ച് ക്ലെയിം ചെയ്യാനുള്ള റീസൺ ഇതിൻ്റെ പവർ കൂടിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പം ഒരു നെക്സോൺ EV എടുക്കുകയാണെങ്കിൽ 145 PS പവറും അതുപോലെ 130 PS പവറും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് അത്രയൊന്നുമില്ല. ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിന് ജസ്റ്റ് 41 bhpയും അതുപോലെ വലിയ ബാറ്ററി സൈസുള്ള മോഡലിന് 68 bhp മാത്രമാണ് പവർ വരുന്നത്. അതിപ്പോൾ കൊമറ്റിൻ്റെ കേസിൽ അങ്ങനെയായിരുന്നു സംഭവം. കൊമറ്റിൽ നമുക്ക് വണ്ടി 0 to 100 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത്തിരി സ്ലോ ആയിട്ട് തോന്നും. കാരണം അതങ്ങനെ 100ൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വണ്ടിയല്ല. പിന്നെ ടയർ ചെറുതാണ്, സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ചെറിയ ടയർ അങ്ങനെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ വണ്ടി ഒരു ബോക്സ് പോലെയായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ ഇതും ഏകദേശം നമുക്ക്, അതായത് ലോ എൻഡിലൊക്കെ സിറ്റിയിലൂടെയൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ കൊമറ്റിൻ്റെ പിക്കപ്പ് ഒന്നും ആൾക്കാർ അങ്ങനെ വലിയ പ്രശ്നം പറഞ്ഞിട്ടില്ല. ഈ വണ്ടിയിലും പവർ നമുക്ക് ഓൺ പേപ്പർ കുറവാണെങ്കിലും റിയൽ ലൈഫിൽ അങ്ങനെ ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യണം എന്നില്ല. ഇപ്പോൾ ടിയാഗോ EV ആണെങ്കിലും ഓൾമോസ്റ്റ് 73 bhp അടുത്ത് വരുന്നുള്ളൂ. എന്നാൽ പോലും അതിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആക്സലറേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഈ വണ്ടിയും ടോപ്പ് സ്പെക്ക്, അതായത് നമുക്ക് ഈ ഒരു ഹൈ ബാറ്ററി കൺഫിഗറേഷൻ വരുന്ന മോഡൽ ആവശ്യത്തിന് പവർ തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. ഇത് ഇനി ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അവർ ഇന്ത്യയിൽ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ആൻഡ് ഇത് വരികയാണെങ്കിൽ ഇതിൻ്റെ 2 ബാറ്ററി പാക്കുള്ള വേർഷൻസും അവർ കൊണ്ടുവരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്തോനേഷ്യയിലുള്ള ഈ വാഹനത്തിൻ്റെ വില നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 16 lakhsലാണ് ഇതിൻ്റെ ബേസിക് വേർഷൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 19 lakhs വരെയാണ് ഇതിൻ്റെ ഹൈ സ്പെക് ബാറ്ററി പാക്ക് വരുന്ന വേർഷൻ്റെ പ്രൈസ് പോകുന്നത്. ഇതിപ്പം ഈ ഒരു പ്രൈസിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഏകദേശം സിമിലർ പ്രൈസ് പോയിന്റിലാണ് നമുക്ക് നെക്സോൺ EVയും കിട്ടുന്നത്. അപ്പോൾ ആൾക്കാർ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഒരു ഇത്തിരിയും കൂടെ വില കുറച്ച് കൈൻഡ് ഓഫ് ഒരു 12 to 16 lakhsൻ്റെ റേഞ്ചിലൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതൊരു നല്ല EV ഓപ്ഷനായിട്ട് നമുക്ക് പറയാം. എന്തായാലും ഇതാണ് MGയുടെ പുതിയ വാഹനത്തിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.